ഇവൻ കടൽക്കരയിൽ പോയിരുന്നു. പക്ഷെ കൂടുണ്ടായിരുന്നത് കാന്തി നെഹ്റു ഒന്നുമല്ല, ഇവന്റെ മകൾ ചാന്ദിനിയാണ്. ഇവന്റെ മകളെ കൊണ്ട് പോകുന്നതിനും വരുന്നതിനും ഒക്കെ ഇവരെന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കും. എനിക്ക് തീർച്ചയായും കാശാണെന്ന്. എനിക്ക് എന്റെ മോളെ കിട്ടണം. എവിടെ അവിടെ എവിടെയാണ് താൻ എന്റെ മോളെ ഒളിപ്പിച്ചത്? അയാൾ എന്റെ കാന്തി കെട്ടിക്കൊണ്ട് പോയത്. ഞാനും റസിയെ നേരിട്ട് കണ്ടതാ. അന്നർ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യണം. കാന്തി എവിടെയുണ്ടെന്ന് അയാൾക്കറിയാം. വരൂ അന്വർ, വന്ന് അയാളെ അറസ്റ്റ് ചെയ്യ. അൻവർ, ഞാൻ ഫോണിൽ പറഞ്ഞിട്ടില്ലേ, അനിയൻ ദേവർമൻ ഇതാണ് ആള്. ഹലോ, ഞങ്ങൾ ഇവിടെ വീട് വെക്കാനുള്ള സ്ഥലം കാണാൻ വന്നതാ. അപ്പോഴാ ഈ കുട്ടി. മാഡത്തിന് അകത്ത് വിളിച്ചിട്ടുണ്ടോ? അല്ല അൻവർ, ഞാൻ പറയുന്നത് കാന്തി ഇയാള് കാറ് കയറ്റിക്കൊണ്ട് പോയതിന് എന്റെ കൂടെ ഈ റസിയും സാക്ഷിയാ. വേണമെങ്കിൽ അന്നേരം നിന്നോടല്ലേ പറഞ്ഞേ മാഡത്തിന് അകത്തോട്ട് കൊണ്ടുപോകാൻ. മാഡം വരൂ. വരാൻ വേണ്ട, പറ്റില്ല, ഞാൻ വരില്ല. എന്റെ കാന്തി മോളുടെ ഞാൻ പറയുന്നത് സത്യമാണ്. നീ കണ്ടതല്ലേ അയാള് കാന്തി. മാഡം, മോളെ, മാഡം, മാഡം. ആദ്യമായിട്ടാണല്ലോ ഈശ്വർ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് കാണുന്നത്. ഇതെന്താ, വീട്ടിലാരും ഇല്ലേ? ഇന്ദിര ഇവിടെ നിന്ന് ഇറങ്ങി അൻവറിന്റെ വീട്ടിൽ പോയത് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? അവിടെ അവൾക്കെന്തോ ബോധക്കേട് വന്നൊന്ന് ഫോൺ വന്നു. ഭാമ എന്താണെന്ന് അന്വേഷിക്കാൻ പോയിരിക്കുക. ആരും ഇല്ലാത്തത് ഏതായാലും നന്നായി. ഈശ്വർ, ഞാൻ വന്നത് വളരെ വളരെ മോശമായ ഒരു വാർത്ത പറയാനാ. ഒപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇതൊരു വലിയ മുഖവരിയാണല്ലോ. താൻ കാര്യം എന്താണെന്ന് പറയാം.